എനിക്ക് തോന്നിയത് നമ്മുടെ ബിഗ് ബോസിനും തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ടാസ്ക് ലെറ്റർ കൊടുക്കാനാണെന്ന് പറഞ്ഞ് ശ്രീധുവിന്റെ അമ്മയെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് ബിഗ് ബോസ് പറഞ്ഞത് മത്സരാർത്ഥികളുടെ ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിൽ സംസാരിക്കരുത്, അവർക്ക് ആത്മവിശ്വാസം കൊടുക്കാനായിട്ടാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് പറഞ്ഞതും ശ്രീധുവിന്റെ അമ്മ ഒരു 10-25 സോറി പറയുന്നുണ്ട്. സോറി പറയണം, കാരണം ശ്രീധുവിന്റെ അമ്മ ഒന്നുമില്ലായ്മയിൽ നിന്നും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് ഞാൻ ലൈവിൽ കണ്ടത്. ഓവറായിട്ട് ഉപദേശിക്കാനോ അല്ലെങ്കിൽ എന്താ പറയാ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്ന് പറയാൻ ശ്രീധു 6 വയസ്സുള്ള കുട്ടിയൊന്നും അല്ല. തല്ലിപ്പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ശ്രീധുവിനെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ വെറുതെ വിടണം. അതാണ് നല്ലൊരു അമ്മ ചെയ്യേണ്ടത്. നമ്മൾ ഇന്നലെ ഇട്ടൊരു വീഡിയോയിലും പറഞ്ഞിരുന്നു, ഓൾറെഡി പാളിപ്പോയ ഒരു കോംബോയാണ് ശ്രീജുൻ കോംബോ. അർച്ചനയും വിജയും ആവാൻ നോക്കി, ഒന്നും ആവാതെ പോയൊരു കോംബോയാണ്. പിന്നെ ശ്രീധുവിന്റെ സേഫ് ഗെയിം നല്ല രീതിയിൽ ശ്രീധു കളിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം പറഞ്ഞു. ശ്രീധു സേഫ് ഗെയിം നല്ല രീതിയിൽ കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ശ്രീധുവിനോട് ഒരു താല്പര്യം തോന്നിയിട്ടില്ല, പക്ഷെ അതാണ് സത്യം. നല്ല രീതിയിൽ സേഫ് ഗെയിം കളിക്കുന്നുണ്ട്. അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെ മുമ്പിട്ട വീഡിയോകളിലൊക്കെ. എന്തായാലും ശ്രീധുവിന്റെ അമ്മയ്ക്ക് ബിഗ് ബോസ് ഇങ്ങനെ ഒരു പണി കൊടുത്തു. അമ്മയാണെന്ന് കരുതി എന്തും മക്കളോട് പറയാം എന്ന് പറയുന്നവര് ഇത് കാണുന്നും കേൾക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ. കോംബോ പൊട്ടിക്കുന്നതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. മോട്ടിവേറ്റ് ചെയ്യേണ്ട ആളുകൾ വന്നിട്ട് അല്ലെങ്കിൽ റിലാക്സേഷൻ തരേണ്ട ആളുകൾ വന്നിട്ട് കുത്തി പറയുന്നതാണ്, അല്ലെങ്കിൽ കരിവാരി തേക്കാൻ നോക്കുന്നതാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് ബിഗ് ബോസ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ശ്രീധുവിന്റെ അമ്മയ്ക്ക് വാർണിംഗ് കൊടുത്തു. അത് റോങ് ആയിട്ട് എനിക്കും തോന്നി, ബിഗ് ബോസിനും തോന്നി. അതാണ് ഇതിനകത്തെ കാര്യം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.